നമസ്കാരം. യുഎസ് മാർക്കറ്റുകളെല്ലാം കഴിഞ്ഞ ദിവസം പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഏതാണ്ട് 2.49%, അതുപോലെ S&P 500 2.9%, നാസ്ഡാക്ക് 3.83%ഓളം പ്ലസ് ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. പ്രധാനമായിട്ടും യുദ്ധത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് രാജ്യങ്ങളും, ഇസ്രായേലും അമേരിക്കയും അതുപോലെ തന്നെ ഇറാനും ഏതാണ്ട് യുദ്ധം മടുത്തു എന്നുള്ള രീതിയിലുള്ള കമന്റ് അവരുടെ ഭാഗത്തു നിന്ന് വരുന്നതാണ് ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാരണം. യുദ്ധം നിർത്താൻ തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് പറഞ്ഞു. അതുപോലെ തന്നെ ഹോർമൂസ് തുറന്നില്ലെങ്കിലും ആക്രമണങ്ങൾ നിർത്താൻ US തയ്യാറാണെന്ന തരത്തിലുള്ള കമന്റുകൾ വരുന്നുണ്ട്. ഇനി ഹോർമൂസ് കടലിടുക്ക് തുറന്ന് അതിലെ വ്യാപാരം നടത്തേണ്ടത് അമേരിക്കയുടെ ആവശ്യമല്ല, അത് ആവശ്യമുള്ള രാജ്യങ്ങളൊക്കെ ചെയ്തോളാൻ ട്രംപിന്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ മറ്റൊരു കമന്റും വരുന്നുണ്ട്. ഇതിന് പല രീതിയിലുള്ള കരാറുകൾ പറയുന്നുണ്ട്. ഭാവിയിൽ ആക്രമിക്കരുത്, ആക്രമിച്ചതിനുള്ള നഷ്ടപരിഹാരം നൽകണം, ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം, അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അതുപോലെ ഇറാന്റെ പ്രസിഡന്റ് യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റുമായിട്ടും ഇതുപോലെ സംസാരിച്ചിരുന്നു. അതുപോലെ ഇറാനും ഇന്ത്യയും, ഇറാന്റെ പ്രസിഡന്റും ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററും സംസാരിച്ചു. വിദേശകാര്യമന്ത്രി 5ഓളം തവണയായിട്ട് ഇറാനുമായിട്ട് ചർച്ചയിലാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൊക്കെ സമാധാന ശ്രമങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. അതുപോലെ പാകിസ്ഥാനും ചൈനയും സമാധാന ശ്രമങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെയിൻ, ഫ്രാൻസ്, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് യുദ്ധത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കാത്തതിനെ തുടർന്ന് ട്രംപ് അവർക്കെതിരെ പ്രതികരിക്കുകയും അതുപോലെ തന്നെ വീണ്ടും പല രാജ്യങ്ങളുടെ ഭാഗത്തു നിന്ന് ഇതുപോലെ സമാധാന ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഗൾഫ് കൺട്രീസിന്റെ ഭാഗത്തു നിന്ന് അവരുടെ ഊർജ്ജ നിലയങ്ങളെ അതുപോലെ തന്നെ ശുദ്ധജല പ്ലാന്റുകളെ ആക്രമിക്കുന്ന തരത്തിലുള്ള വാർത്തകളുണ്ട്. അമേരിക്കയിലെ ടെക് ഭീമന്മാരാണ് യുദ്ധത്തിന് സപ്പോർട്ട് നൽകുന്നത്. അതുകൊണ്ട് അത്തരം ആപ്പിള്, മെറ്റ, HP, IBM, JP മോർഗൻ, സിസ്കോ അങ്ങനെയുള്ള കമ്പനികളെയൊക്കെ ആക്രമിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. എന്തായാലും അമേരിക്ക വിചാരിച്ച പോലെ വളരെ പെട്ടെന്ന് യുദ്ധം തീർക്കാനായിട്ട് കഴിയില്ല. ഇനി 3 ആഴ്ചക്കുള്ളിൽ ഇറാൻ യുദ്ധത്തിൽ നിന്ന് പിന്മാറുമെന്ന് അമേരിക്ക പറഞ്ഞിട്ടുണ്ട്. എന്തായാലും വാർത്തകളൊക്കെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ യുദ്ധം മടുത്ത സ്ഥിതിക്ക് എല്ലാവരും യുദ്ധത്തിൽ നിന്ന് പിന്മാറുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകളൊക്കെയാണ് വരുന്നത്. ഒരുപക്ഷെ ഇതായിരിക്കാം മാർക്കറ്റുകളെല്ലാം പോസിറ്റീവിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഏഷ്യൻ മാർക്കറ്റ് 2 to 3% ഓളം പ്ലസ് ആയിട്ട് നിൽക്കുന്നു. GNX നിഫ്റ്റി 22,900 അടുത്തിപ്പോൾ ട്രേഡ് നടന്നുകൊണ്ടിരിക്കുന്നത്. 444 പോയിന്റ് ഗെയിനിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റ് നല്ലൊരു ഗ്യാപ്പ് അപ്പിൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് സസ്റ്റെയിൻ ചെയ്ത് നിലനിർത്തുമോ എന്നുള്ള കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. കഴിഞ്ഞ ദിവസം ബാങ്കിങ് സെക്ടറുകളെ പറ്റി ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ടായിരുന്നു. RBI ഫോറിൻ കറൻസി സൂക്ഷിക്കുന്ന ഒരു പരിധി നിർണ്ണയിച്ചു. നേരത്തെ ഇത് ബാങ്കിന്റെ ക്യാപിറ്റലിന്റെ മൊത്തം ക്യാപിറ്റലിന്റെ 25% ഇവർക്ക് ഇത് കയ്യിൽ സൂക്ഷിക്കാൻ കഴിയുമായിരുന്നു. ഇനിയിപ്പോൾ അത് പറ്റില്ല. $100 മില്യൺ വരെ ആയത് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഇത് ബാങ്കുകൾക്ക് തമ്മിൽ ഈ ഫോറിൻ കറൻസി ട്രാൻസാക്ഷനിൽ ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനുള്ള ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നു. അപ്പോൾ ഇതേ തുടർന്ന് ബാങ്കിങ് സ്റ്റോക്കുകൾ ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടിരുന്നു. അപ്പോൾ യുദ്ധം നിർത്തുന്നു എന്നുള്ള പോസിറ്റീവ് ന്യൂസ് ആണ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇത്രയും കയറാനായിട്ടുള്ള പ്രധാനപ്പെട്ട കാരണം. FIs ഇപ്പോഴും ഷോർട്ട് പൊസിഷനിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത്തരം വാർത്തകൾ ശ്രദ്ധിക്കുക. ജപ്പാനിലെ PMI ഡാറ്റ വന്നു, ഗ്രോത്ത് കുറയുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇന്ന് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഓട്ടോ സെയിൽസ് ഡേറ്റ ഉണ്ട്. അതുപോലെ പുതിയ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുന്നതിന്റെ സംബന്ധിച്ചുള്ള ബിസിനസ് അപ്ഡേറ്റ് പല കമ്പനിയുടെ ഭാഗത്ത് നിന്ന് വരാം. അതുപോലെ തന്നെ മാനുഫാക്ചറിംഗ് PMI ഡാറ്റ US ഉണ്ട്, റീറ്റെയിൽ സെയിൽസ് ഡേറ്റ ഉണ്ട് US ന്റെ. അപ്പോൾ ഇത്തരം ഡേറ്റകൾ ശ്രദ്ധിക്കുക. യുദ്ധം തീരുന്നു എന്ന് തന്നെയാണ് മാർക്കറ്റിനെ സംബന്ധിച്ചുള്ള പോസിറ്റിവിറ്റി. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു.